നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധേയ ഇടപെടൽ. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ കളക്ടർ സാധാരണ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകുമെന്ന് മന്ത്രിമാരായ കെ രാജനും ബിന്ദുവും അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം നൽകിയതായി മന്ത്രിമാർ. മാഗസിൻ കാലിയാക്കി വെച്ച് വെടിക്കെട്ട് നടത്തും. കേന്ദ്ര സർക്കാരിന്റെ കർശന നിയമവ്യവസ്ഥകൾ മാറ്റിയെടുക്കാൻ ഇനി സമയമില്ലെന്നും ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നും ആരോപണം. 48 മണിക്കൂറിനിടെ കാട്ടാനക്കലിയിൽ അതിരപ്പള്ളിയിൽ 3 മരണം. വാഴച്ചാൽ ശാസ്താംബുവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരെ കാട്ടാന ചവിട്ടിയും ഓടിച്ച് പുഴയിൽ ചാടിച്ചും കൊന്നു. അംബികയുടെ മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ നിന്ന്. സതീഷ് മരിച്ചത് ആനയുടെ ചവിട്ടേറ്റ് രക്തം വാർന്നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാരിയെല്ലുകൾ തകർന്നു. ശ്വാസകോശത്തിലും കരളിലും വാരിയെല്ലുകൾ തുളച്ചു കയറി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ കാട്ടിലെത്തിയത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ. വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി പാർക്കുകയായിരുന്നവരെയാണ് ആനക്കൂട്ടം ആക്രമിച്ചത്. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഗ്രാമവാസികൾ നടത്തിയ തിരച്ചിലിൽ. വന്യജീവി ആക്രമണ സംഭവങ്ങളിൽ സർക്കാർ കൊടിയ നിസ്സംഗത പാലിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഈ വർഷം മാത്രം വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 18 പേർക്ക്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മന്ത്രി തടി തപ്പുന്നു. അതിരപ്പള്ളിയിൽ 3 മരണം നടന്നിട്ടും ജില്ലാ കളക്ടർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് സതീശൻ. ശക്തമായ പ്രക്ഷോഭം UDF നടത്തുമെന്നും പ്രഖ്യാപനം. അതിരപ്പള്ളിയിൽ ബുധനാഴ്ച സർവകക്ഷി ഹർത്താൽ. അതൊന്നും പറയുന്നത് എടുക്ക് അവിടേക്ക് അത് പിടിക്ക്. ഒഴിക്കണ്ടെന്ന് അത് ഒഴിക്കണ്ട, വഴിയുണ്ട് അവിടെ നിൽക്ക്. കോലഴി പോട്ടൂരിൽ 4.5 ലക്ഷം രൂപ വായ്പയെടുത്ത കുടുംബത്തിന്റെ 21 സെന്റ് ഭൂമി 23 ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്തിട്ടും ബാങ്കിൽ അടയ്ക്കാനുള്ള 14 ലക്ഷം രൂപ പിടിച്ച് ബാക്കി തുക നൽകുന്നില്ലെന്ന് ആരോപണം. 2,80,000 രൂപ മാത്രമേ നൽകൂ എന്ന് വായ്പ നൽകിയ തിരൂർ സഹകരണ ബാങ്ക് അറിയിച്ചതായി പോട്ടൂർ സ്വദേശിനി വാഴപ്പള്ളി സരസ്വതി. 10 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ പെട്രോൾ ശരീരത്തിൽ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി ബാങ്ക് സെക്രട്ടറി ചേംബറിൽ കുത്തിയിരിപ്പ് 65-കാരി. ബാങ്കിൽ കുഴഞ്ഞു വീണ വയോധികയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒടുവിൽ 8 ലക്ഷം രൂപ നൽകാമെന്ന് ബാങ്ക് അധികൃതർ. പനങ്ങാട്ടുകര ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്ന അഷ്ടദിന ആറാട്ടുത്സവത്തിന് വ്യാഴാഴ്ച കൊടിയിറക്കം. കാലത്തെട്ടിന് ആറാട്ടും തുടർന്ന് വലിയാറാട്ടും നടക്കും. പള്ളിവേട്ട ബുധനാഴ്ച. ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണവും നടക്കും. ചൊവ്വാഴ്ച നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രം. അതിരപ്പള്ളിയിലെ അടിച്ചിൽ തൊട്ടി വീരാംകുടി ഉന്നതി നിവാസികൾക്ക് വിഷുവിന് ഇരട്ടി മധുരം. അടിച്ചിൽ തൊട്ടിയിൽ വിഷു കൈനീട്ടമായി 18 കുടുംബങ്ങൾക്ക് വൈദ്യുതി. വീരാംകുടി അരക്കോപ്പിൽ 31 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചു. ജില്ലാ കളക്ടർ ഉന്നതികളിൽ സന്ദർശനം നടത്തി. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെ പ്രധാനമന്ത്രി ശ്രംയോഗി മാൻ ധൻ യോജന ദേശീയ പെൻഷൻ പദ്ധതിയെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും എൻറോൾമെന്റ് ക്യാമ്പും നടന്നു. വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ സുമിത്ത് വ്യാപാരികൾക്ക് ക്ലാസ് എടുത്തു. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് മാസം 15,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്കും പ്രയോജനം ലഭിക്കുന്ന പദ്ധതി.
മാസം തോറും ഏറ്റവും കുറഞ്ഞത് 3000 രൂപ പെൻഷൻ ലഭിക്കുമെന്ന് പ്രഖ്യാപനം. രാജ്യത്തെ 42 വിഭാഗങ്ങളിലെ അസംഘടിത തൊഴിലാളി വിഭാഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് ലേബർ ഓഫീസർ. ഭദ്രം വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിൽ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറി. സംസ്ഥാനത്ത് വിഷു ആഘോഷങ്ങൾക്ക് പ്ലാസ്റ്റിക് കണിക്കൊന്ന ഉപയോഗിച്ചവർക്കെതിരെ ശക്തമായ നടപടിയുമായി മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ച കമ്മീഷൻ 2 ആഴ്ചക്കകം മറുപടി നൽകണമെന്ന് ആവശ്യം. മെയ് മാസത്തിലെ ആദ്യ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. പ്ലാസ്റ്റിക് കണിക്കൊന്ന ഉപയോഗിച്ചവർക്കെതിരെയും വിറ്റഴിച്ച സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് കമ്മീഷൻ. വർത്തമാന കാലഘട്ടത്തിലെ കനത്ത വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹകരണ സംഘങ്ങളെ നയിക്കുന്നവർ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണമെന്ന് കെ രാധാകൃഷ്ണൻ MP. രാജ്യത്തെ ഏറ്റവും വലിയ സഹകരണ മേഖല കേരളത്തിലേത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഏറ്റെടുക്കാൻ ഭരണസമിതികൾ തയ്യാറാകണമെന്നും ആവശ്യം. ജനങ്ങളുടെ പണമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന ബോധ്യം ഉണ്ടാകണം. പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പാർലിക്കാട് ശാഖയ്ക്ക് പുതിയ ഇടം. ആധുനികവൽക്കരിച്ച ഓഫീസ് തുറന്നു. പ്രണയിനിയെ ബലമായി കടത്തിക്കൊണ്ടുപോകാൻ കാറിൽ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി എത്തിയ യുവാക്കൾ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരി ഒന്നാംകല്ലിൽ വീട് ആക്രമിക്കാൻ ശ്രമിച്ച 4 അംഗ സംഘമാണ് പോലീസ് പിടിയിലായത്. കാറിൽ നിന്ന് വടിവാളും 15 ഗുണ്ടുകളും ബാറ്റും പിടിച്ചെടുത്തു. യുവാക്കൾ റിമാൻഡിൽ. അയ്യന്തോൾ കളക്ടറേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ വൻ കവർച്ച. 4 ലക്ഷം രൂപ മോഷ്ടിച്ചു. മുൻവാതിൽ തകർത്താണ് മോഷണം. 2 ദിവസത്തെ അവധിക്ക് ശേഷം ചൊവ്വാഴ്ച തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സമഗ്ര അന്വേഷണവുമായി പോലീസ്. സംസ്ഥാനത്തെ അനധികൃത ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ ശക്തമായ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ നിർബന്ധമാക്കി. ഇതു സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി. അടുത്ത മാസം മുതൽ കൃത്യമായ പരിശോധനകൾ നടത്തുമെന്ന് പ്രഖ്യാപനം.